മിട്ടുചേട്ടാ, കൊറേ ആയല്ലോ നടപ്പ്. വീട് വെക്കാനുള്ള സ്ഥാനം കണ്ടുപിടിച്ചാ? വീട് വെക്കാനുള്ള സ്ഥാനം കണ്ടുപിടിച്ചോന്ന്. ഈ കപ്പലണ്ടി മിഠായി നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് സാധാരണ കപ്പലണ്ടി മിഠായി പോലെ അല്ല. കപ്പലണ്ടി മിഠായി നോക്കാനാണോ പറഞ്ഞ? അല്ല അല്ല, നിനക്ക് ഒരു നില വീട് മതിയോ അതോ ഒരു ഓല വീട് മതിയോ? ഓല വീടാ? 4 കമ്പും കുത്തി വെച്ച് മേളിൽ ഓല ഇടുന്നല്ലേ? അത് വേണ്ട. ഒരു നില വീട് ഭയങ്കര പാടാ. നല്ല മണ്ണ് വേണം. ഇവിടെ മണ്ണുണ്ടല്ലോ. ഇവിടുത്തെ മണ്ണ് കൊള്ളൂല. അപ്പൊ പാറമടയിൽ ഒപ്പിക്കാം. പാറമടയിലേയും കൊള്ളൂല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? എന്താ ഈ വീട് പണിയൊക്കെ? കൊറേ പണിയുണ്ട്, ആൾക്കാരും വേണം. പിന്നെ അതിനെ ഞാൻ ഇവിടെ പന പോലെ നിക്കുന്നേ. ചേച്ചി, ചേച്ചി ഇവിടെ പോവാ? മഴക്കാലം വരെ. ചേച്ചി പോയിട്ട് വരുമ്പോഴേ എനിക്ക് മിട്ടുചേട്ടൻ ഐസ്ക്രീം വാങ്ങിച്ചോണ്ട് വരുമോ? ഐസ്ക്രീമാ? ആ, മിട്ടുചേട്ടൻ എനിക്ക് വേണ്ടി വീട് പണിയല്ലേ, അതുകൊണ്ട് ഐസ്ക്രീം. അയ്യോ ചേച്ചി, എനിക്ക് ഐസ്ക്രീം ഒന്നും വേണ്ട. ഐസ്ക്രീം വേണം ചേച്ചി, കൊണ്ടുവരൂ പ്ലീസ്. എന്തായി ഗൈസ് വീട് പണിയൊക്കെ? തറക്കല്ലേ കിട്ടാ? വീട് പണി ഒന്നും ആയിട്ടില്ല, പക്ഷെ ഉടനെ തുടങ്ങുമെന്ന് തോന്നണം. ഇന്ന് തന്നെ തീരുമോ വീട് പണി? ഏയ്, ഇന്നൊന്നും തീരാൻ പറ്റില്ല, നാളെ തീരുള്ളൂ. ഫിനിഷിംഗ് ടച്ച് ഒക്കെ ചെയ്യാണ്ട്. ഓ, അപ്പൊ നാളെ തീരുന്നോട് പറഞ്ഞു വരട്ടെ. ആ, ഇനി സ്ഥലം കണ്ടുപിടിക്കണം, മെറ്റീരിയൽസ് കളക്ട് ചെയ്യണം, ബ്ലൂ പ്രിന്റും വരയ്ക്കണം. നീ മെറ്റീരിയൽസിന്റെ കാര്യം പറഞ്ഞപ്പോഴാ അപ്പുറത്ത് വീടിന്റെ സൈഡിലായിട്ടേ കുറെ പൊട്ടിപ്പൊളിഞ്ഞ ഓടും ടൈലും ഗ്ലാസ്സും ഒക്കെ കിടപ്പുണ്ട് ഇല്ലേ? കുറെ തടിയും കിടപ്പുണ്ട്. അതൊക്കെ നീ എടുത്തോ. അയ്യോ, അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവിടെ കുറെ ആണികളൊക്കെ ഉണ്ട്. അത് മാത്രമല്ല, വേറെ ആൾക്കാരുടെ വീട്ടിൽ നിന്ന് സാധനങ്ങൾ എടുക്കുന്നത് മോശമല്ലേ? എന്താ മോശം? ഇടവർക്ക് വേണ്ടാത്ത സാധനങ്ങളാണ്, വേസ്റ്റ് ആണ്, നീ എടുത്തോ അത്. പക്ഷെ ആദ്യം സ്ഥലം കണ്ടുപിടിക്കണം ചേച്ചി. പോടാ അവിടെ നിന്ന്. പണ്ടേ ഒരു 3500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് പണിയാനാണ് അവർ ഈ സ്ഥലം കണ്ടുപിടിച്ചത്. നിനക്കൊരു തീപ്പെട്ടിക്കൂടിന്റെ അത്ര ഉള്ള ഒരു വീട് പണിയാൻ ഇത്ര സ്ഥലം ഒന്നും പോരാല്ലേ? ചേച്ചി, ആ, ഐസ്ക്രീം വാങ്ങിക്കാൻ മറക്കല്ലേ. ആലോചിക്കാം. ചേച്ചി, വാങ്ങിക്കുകയാണെങ്കിൽ എന്റെ ഒരു വാനില ഫ്ലേവർ മേടിക്കണേ. ഓ, എന്തായി നിങ്ങളുടെ വീട് കെട്ട അവിടെ വരെ ആയി? വീടൊക്കെ പണിഞ്ഞു കഴിയുമ്പോ ഒറിജിനൽ വീട് പോലെ ഇരിക്കുമെന്നാ മിട്ടുചേട്ടൻ പറഞ്ഞു. ആ, എല്ലാരും കണ്ണുകളിയുണ്ട് എന്റെ വീട് കണ്ടിട്ട്. ശരിക്കും റിയലിസ്റ്റിക് ആയിട്ട് തോന്നും. ഉന്നെ പാത്താലേ തെരിയുത് നീ ரொம்ப സൂപ്പർന്ന്. പിന്നെ ചെക്കൻ സൂപ്പർ അല്ലേ? അതെല്ലാവരും പറയാറുണ്ട്. ഞാൻ പഠിക്കാത്തോണ്ടാ. എക്സാമിന് തലേ ദിവസം ഇരുന്ന് പഠിച്ചാൽ എനിക്ക് ഫുള്ള് മാർക്ക് കിട്ടും. മിട്ടുചേട്ടാ, നമുക്കൊരു സ്ഥലം നോക്കാം. നീ മിണ്ടായിരിക്കും പാറു. ഞാൻ ഒരു പ്ലാൻ വരയ്ക്കട്ടെ ഫസ്റ്റ്. അപ്പൊ മോന് വരയ്ക്കാനും അറിയാവോ? പിന്നെ വരയ്ക്കലാണ് എന്റെ മെയിൻ ഹോബി. അപ്പൊ പാറു, പ്ലാൻ വരയ്ക്കാം. കണ്ടോ, ആ മിട്ടുക്കൊച്ച് എല്ലാ കാര്യത്തിനും മിടുക്കനാ. സ്പെഷ്യൽ മോഡൽ റെഡിയാക്കി വെക്കോ? കണ്ടിപ്പാ ഒരു വലിയ ബൗളിലാക്കണേ. ஷோர் பாருங்க, அவனுக்கு என்னோட மோரு ரொம்ப பிடிக்குது.